ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാത്ത നഗരമായി മാറി മാനന്തവാടി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതുക്കി പണിതില്ല. ദീർഘദൂര യാത്രക്കാരടക്കം നിരവധി പേർ കടത്തിണ്ണയിലും പാതയോരങ്ങളിലുമാണ് ബസ് കാത്തു നിൽക്കുന്നത്. മഴക്കാലമായതോടെ ദുരിതം ഇരട്ടിയായെങ്കിലും അധികൃതർ ഇതൊന്നും കണ്ടിട്ടില്ല. നമുക്ക് അവിടേക്ക് പോകാം. ദീപക് മോഹൻ ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്ത നഗരം എന്നൊക്കെ പറയുന്നത്, ദാരിദ്ര്യമില്ലാത്ത നഗരം എന്നൊക്കെ പറയുന്നത് പോലെ ആലങ്കാരികമായി നമ്മൾ പറയുമെങ്കിലും കാത്തിരിക്കുന്നവരുടെ ദുരിതം അത് കാണുന്നില്ലേ ദീപക്? സുജയ പാർവതി, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വടക്കേ വയനാട്ടിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് മാനന്തവാടി. നിരവധി ആളുകൾ പല ജില്ലകളിൽ നിന്നും, കണ്ണൂർ ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിലുമൊക്കെ ഇവിടെ നിന്ന് ബസ്സുകളുണ്ട്. നിരവധി ആളുകൾ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനന്തവാടിയിൽ എത്താറുണ്ട്, ആശ്രയിക്കുന്ന ഒരു നഗരമാണ്. ഈ മാനന്തവാടിയിലാണ് അവശ്യ സ്ഥലങ്ങളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. 4 ഇടങ്ങളിൽ മാനന്തവാടി നഗരത്തിൽ ബസ് സ്റ്റോപ്പുകളില്ല, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഇല്ല. ഈ മലയോര ഹൈവേയുടെ റോഡ് നവീകരണാർത്ഥം ബസ് സ്റ്റോപ്പുകൾ പൊളിച്ചു. പക്ഷെ പിന്നീട് അവയൊന്നും പുതുക്കിപ്പണിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. ചൂട്ടക്കടവ് റോഡിൽ വാളാട്, മുതിരേരി തുടങ്ങിയ സ്ഥലത്തേക്ക് ബസ്സുകളില്ല. അതോടൊപ്പം നമുക്ക് പ്രദേശവാസികൾ, ജനങ്ങളടക്കമുള്ള ആളുകൾ ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. എന്താ സ്ഥിതി ചേട്ടാ? ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത വലിയ ബുദ്ധിമുട്ടാണോ? ഞങ്ങൾക്ക് മഴയത്ത് ഇവിടെ നിൽക്കാൻ ഈ പരിസരത്ത് എവിടെയും ഒരു ബസ് സ്റ്റോപ്പില്ല. ഞങ്ങൾക്കൊരു ബസ് സ്റ്റോപ്പ് ഇവിടെ എവിടെയെങ്കിലും ശരിയാക്കി തരണം. ഞങ്ങൾ ആസ്പത്രിയിൽ പോയിട്ട് വരികയാണ്. ഡോക്ടറെ കണ്ടിട്ട് ഇവിടെ എത്തി. ഇനി ഞങ്ങൾക്ക് കണിയാമ്പറ്റ എത്തണം, ബരൂർ മൃഗാസ്പത്രിക്ക് അവലേക്ക് എത്തണം. ഇരിക്കാനൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ അതിന് യാതൊരു സൗകര്യം ഇവിടെ ഇല്ല. അതിനൊരു സംവിധാനം ഉണ്ടാക്കണം. സുജയ, വള്ളിയൂർക്കാവ് ജംഗ്ഷൻ, അതുപോലെ തന്നെ തലശ്ശേരി റോഡ്, ചൂട്ടക്കടവ് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും തന്നെ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ നിലവിലില്ല. ദീർഘദൂര യാത്രക്കാരടക്കം നിരവധി പേർ ദുരിതത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മഴ പെയ്യുന്ന സമയത്ത് കടത്തിണ്ണകളിലേക്കും അതോടൊപ്പം പാതയോരങ്ങളിലേക്കും ഒക്കെ ആളുകൾ ബസ് കാത്തിരിപ്പിനായി കയറി. അല്ല, ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഈ റോഡ് നവീകരണത്തിനായിട്ടാണല്ലോ ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ പൊളിച്ചത്. അപ്പോൾ റോഡിന്റെ നവീകരണം പൂർത്തിയായില്ലേ? ഇനി എന്താണ് ഇത് വെച്ച് താമസിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ്? അധികൃതർ എന്താണ് പറയുന്നത് ദീപക്? സുജയ, ഇത് ഈ ബസ് നിർത്തുന്ന സ്ഥലമാണ്. ഇവിടെ ഫുട്പാത്തിനെ സംബന്ധിച്ചിടത്തോളം കാണാം, ഇതാണ് ഫുട്പാത്ത് എന്ന് പറയുന്നത്. മുൻപ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ റോഡിന്റെ നവീകരണാർത്ഥം ബസ് സ്റ്റോപ്പ് പൊളിച്ചു. പക്ഷേ പിന്നീട് ഫുട്പാത്ത് പോലും നിർമ്മിച്ചില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ജോലിക്കും അതുപോലെ തന്നെ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ പോയിട്ട് തിരികെ വരുന്ന ആളുകൾ മഴയായതുകൊണ്ട് കയറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചേച്ചി, എന്താ സ്ഥിതി? ബസ് സ്റ്റോപ്പ് ഇവിടെ പ്രായമായ ഒരു അമ്മ നിൽക്കുന്നുണ്ട്. അമ്മ, ബസ് സ്റ്റോപ്പ് ഇല്ലല്ലോ? എന്താ സ്ഥിതി? ബസ് സ്റ്റോപ്പ് വേണ്ട? എന്താ അവസ്ഥ? എങ്ങോട്ടാ പോകുന്നത്? കൊറേ നാളായോ? മുൻപ് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ? മഴയൊക്കെ പെയ്യുമ്പോ വലിയ ബുദ്ധിമുട്ടാണോ? എന്താ അവസ്ഥ? ബസ് സ്റ്റോപ്പ് വേണ്ടേ? അതാണ്, ദീർഘദൂര യാത്രക്കാരടക്കം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ദീപക് മോഹൻ. ആളുകൾ ഇങ്ങനെ കൂട്ടമായി കയ്യിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചവരുമെല്ലാം എവിടെയെങ്കിലും കൊണ്ട് വെക്കാനും കഴിയില്ലല്ലോ. ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലടുക്കി സാധനമൊക്കെ മഴ നനയാതെ വെക്കാം. സാധനങ്ങളൊക്കെ വാങ്ങി വരുന്ന ആളുകൾ അതുമായി പിടിച്ച് കുടയ്ക്ക് താഴെ അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിണ്ണയിലൊക്കെ കയറി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇത് ബസ്സുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകുമല്ലോ. കാരണം കൃത്യമായ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് ആളുകൾ നിൽക്കുന്നിടത്തൊക്കെ നിർത്തേണ്ടി വരുന്ന സാഹചര്യമാണോ? സുജയ, നമുക്ക് ബസ്സുകാരോട് ചോദിക്കാം. ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറൊക്കെ ഉണ്ട്. എന്താണ് ഇവിടെ അവസ്ഥ? സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ബസ് ജീവനക്കാർക്ക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ പീഡിയൻ്റെ കോലായിൽ കയറിയിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. വളരെ നിർബന്ധമായിട്ട് എന്താ ബസ് സ്റ്റോപ്പ് അനുവദിക്കുക എത്രയും പെട്ടെന്ന്. മുൻപ് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല? മുൻപ് ആദ്യം ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിപ്പോൾ റോഡ് പണിക്ക് കാരണം പൊളിച്ചു മാറ്റിയതാണ്. അത് എമർജൻസി ആയിട്ട് എന്താക്കുക, അതായത് ബസ്സുണ്ട്, സ്റ്റോപ്പില്ല, അതാണ് അവസ്ഥ അല്ലേ ദീപക്? സുജയ, അത് തന്നെയാണ്. ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് സുജയ. പടിഞ്ഞാറത്തറയിലേക്കും നിലവിൽപ്പുഴയിലേക്കും അതുപോലെ തന്നെ കുറ്റ്യാടി ചുരം കടന്ന് കോഴിക്കോടേക്കും കർണാടകയിലേക്കും ഒക്കെ ബസ്സുകൾ ഈ വഴി പോകാറുണ്ട്. പക്ഷേ ഇവിടെ ബസ് കാത്തിരിപ്പിൽ ഒരു കേന്ദ്രമില്ല. ബസ് കാത്തു നിൽക്കുന്ന ആളുകൾ വലിയ ദുരിതത്തിൽ തന്നെയാണ്. മാനന്തവാടി നഗരത്തെ സംബന്ധിച്ചിടത്തോളം 4 ഇടങ്ങളിൽ ഇത് തന്നെയാണ് അവസ്ഥ. ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ മന്ത്രിയോ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണിയുന്നതാണല്ലോ നമ്മൾ കാണുന്നത് സാധാരണ ദീപക്. അതായത് MLA വക, MP വക എന്നൊക്കെ പറഞ്ഞ് 25 ലക്ഷത്തിന്റെയും 30 ലക്ഷത്തിന്റെയും ഒക്കെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ ആർക്കും ഈ കാത്തിരിപ്പ് കേന്ദ്രം അപ്പോൾ പണിയണ്ടേ? സുജയ പാർവതി, നിലവിൽ മാനന്തവാടി നഗരത്തിൽ മിക്കയിടങ്ങളിലും ബസ് സ്റ്റോപ്പ് ഇല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനാൽ തന്നെ
നിരവധി ആളുകൾ വലിയ ദുരിതത്തിലാണ്. പക്ഷേ ഇവിടുത്തെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ കടത്തിണ്ണികളിലും പാതയോരങ്ങളിലുമാണ് ബസ് കാത്തു നിൽക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ദുരിതം ഇരട്ടിയാകുന്ന ഒരു സാഹചര്യം. മിക്ക ആളുകളും ആ സമയം നനഞ്ഞു കുളിച്ചൊക്കെയാണ് ബസ്സിലേക്ക് കയറാറ്. ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്ന സാഹചര്യമാണ്. നമ്മൾ എത്തിയ സമയത്ത് മഴയുണ്ടായിരുന്നു. നിരവധി തവണ അധികൃതർ ഈ കടക്കാർക്ക് വലിയ ദുരിതത്തിലാണ്. ഈ മേഖലയിലുള്ള കടക്കാരെ സംബന്ധിച്ചിടത്തോളം മിക്ക സമയങ്ങളിലും അവരുടെ കടകൾക്ക് മുമ്പിലൊക്കെ നിരവധി ആളുകൾ നിരന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവരുടെ സാഹചര്യം ഓർത്ത് കടക്കാർ അവരോട് ഒന്നും തന്നെ പറയാറില്ല. പക്ഷേ വ്യാപാരി വ്യവസായിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വ്യാപാരികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ മുനിസിപ്പാലിറ്റിയിലും മന്ത്രിയുടെ ശ്രദ്ധ ഇതിൽ കൊടുക്കാൻ വേണ്ടി നിരവധി തവണ പരാതി പറഞ്ഞു ഇരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാനന്തവാടിയിലെ യഥാർത്ഥ അവസ്ഥയാണ് ഇപ്പോൾ ദീപക് കാട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. അത് പൊതുവെ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് പോലെയാണ്. മടക്കൽ കോളേജ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കോളേജ് ബസ് സ്റ്റോപ്പിന്റെ സാഹചര്യം അതുപോലെ തന്നെയാണ്. സാഹചര്യവും ഏതാണ്ട് തുല്യമാണ്. എല്ലാം കൊണ്ട് യോജിച്ച് പോവുക ജനങ്ങൾ. കൂടുതൽ പ്രതികരണങ്ങളൊന്നും ഇപ്പോൾ ജനങ്ങളുടെ ഇടയില്ല. ഒരു ഭാഗത്ത് പട്ടിശല്യം, ഇവിടെ പേപ്പട്ടി അടിച്ചിട്ട് ഒരുപാട് പേര് ആസ്പത്രിയിലായിരുന്നു. ബസ് സ്റ്റോപ്പ് വേണം, നിർബന്ധമായിട്ട് വേണം. മഴ പെയ്താൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. സ്കൂളിൽ സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരൊക്കെ കളകളിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. നിർബന്ധമായിട്ട് ബസ് സ്റ്റോപ്പ് ഇവിടെ വേണം. അതായത് സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ ദിവസവും ജോലിക്കൊക്കെ പോകുന്ന നിരവധി ആളുകൾ തീർച്ചയായും ദീപക്, ആ പ്രശ്നം എന്താണെന്നുള്ളത് ബോധ്യമായി. ആ ബസ്സുകളൊക്കെ നിർത്തിയിടുന്നതിന്, ആ ബസ്സിൽ കയറുന്നതിനായി ആളുകൾക്ക് കാത്തിരിക്കുന്നതിന് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണം സർ. അതൊരു അത്യാവശ്യമാണ്, ആവശ്യമല്ല. ആ അത്യാവശ്യം മനസ്സിലാക്കി അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കും എന്നതറിയാൻ ഞങ്ങൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടാകും. അധികൃതർ ഇടപെടുമെന്ന പ്രതീക്ഷയുണ്ട്.